ഗ്രൂപ്പ് ലോൺ തിരിച്ചടവ് മുടങ്ങിയതിന് യുവതിക്ക് മർദ്ദനമേറ്റു. ഇടക്കൊച്ചി അക്വിനാസ് കോളേജിന് സമീപമുള്ള വീട്ടമ്മ ഇടക്കൊച്ചിയിൽ തന്നെയുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും എടുത്ത ഗ്രൂപ്പ് ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ ഇടക്കൊച്ചി മേഖലാ കമ്മിറ്റി പണമിടപാട് സ്ഥാപനത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ധർണ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി.സി. അനന്തു ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അജിത് മാത്യു അധ്യക്ഷത വഹിച്ചു. ഈ പ്രതിഷേധം കൊണ്ട് ഇവിടുത്തെ ജീവനക്കാർ ഇതൊരു താക്കീതായി കണ്ടുകൊണ്ട് നിങ്ങളുടെ തെറ്റായ നടപടികളിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ തയ്യാറായില്ലെങ്കിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ഇവിടുത്തെ സ്ഥാപനം അടച്ചുപൂട്ടുന്നതുവരെ ഡിവൈഎഫ്ഐയുടെ ഇടക്കൊച്ചിയിലെ സഖാക്കൾ ഇവിടെ നിരന്തരമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ അധികാരികൾ ഇത്തരത്തിൽ തെമ്മാടിത്തരം ഈ നാട്ടിലിറങ്ങി കാണിക്കുന്ന നികൃഷ്ട തെമ്മാടികൾക്കെതിരെ അവരെ കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ അധികൃതർ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഇവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇങ്ങനെയുള്ള സമരങ്ങളല്ല, ഞങ്ങൾ ഇതിനും തീവ്രമായ സമരങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രതിഷേധം മാത്രമാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഡിവൈഎഫ്ഐ ഇടക്കൊച്ചി മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഇവിടെ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ടിജുവിനെ മർദ്ദിക്കുന്നത് കണ്ട് ടിജുവിൻ്റെ സഹോദരി ഇറങ്ങി ചെല്ലുകയും പിടിച്ചു മാറ്റാൻ ചെല്ലുമ്പോൾ ആ സഹോദരിയുടെ തലയ്ക്ക് അടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു സമരം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഗുണ്ടകളായിട്ടുള്ള സ്റ്റാഫ് ഇത്തരത്തിലാണ് ഇവരുടെ ബിസിനസ് നടത്താൻ പോകുന്നതെങ്കിൽ ഡിവൈഎഫ്ഐ തീരുമാനിക്കും ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കണോ. ഈ കൊടും ക്രിമിനലാണ്, മദ്യപിച്ച് എന്നിട്ടാണ് വീട് കയറി ആക്രമിച്ചിരിക്കുന്നത്. അയാൾ ഇവിടെ ജോലി ചെയ്യണോ വേണ്ടെന്ന് ഡിവൈഎഫ്ഐ തീരുമാനിക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. അതിശക്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ അതിശക്തമായുള്ള സമരമുറകളായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. വട്ടിപ്പലിശ തന്നെ പറയാം, അതേപോലത്തെ ഒരു സ്ഥാപനമാണ്. അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഒരു 3-4 കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ജിമ്മ്, അതായത് നമ്മുടെ ഇടക്കൊച്ചി പഴയ യൂണിയൻ ബാങ്കിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഒരു ജിമ്മ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലെ വശത്താണ് ഇവർ പ്രവർത്തിക്കുന്നതായിട്ട് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത് അവരുടെ ബോർഡും ഇല്ല, ഇതിൻ്റെ ലൈസൻസ് നമ്പറോ ഇവരുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാരാണ്, നിരവധി സാഹചര്യങ്ങൾ വരും. സാമ്പത്തികമായിട്ട് പല സാഹചര്യങ്ങൾ വന്ന ആൾക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി, അവരുടെ അത്യാവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവർ ഇതേപോലത്തെ സാധനങ്ങളിൽ നിന്ന് പലിശ പോലും ശ്രദ്ധിക്കാതെ എടുക്കേണ്ടതായ സാഹചര്യം വരും. എന്നിട്ട് അത്തരം സാഹചര്യങ്ങളിൽ പെടുന്ന ആൾക്കാർ ഇതേപോലെ വീടുകളിൽ കയറി ചെന്ന് ഭീഷണിപ്പെടുത്തുകയും തല്ലുകയും അവരെ കായികമായിട്ടും പല രീതിയിലും മാനസികമായിട്ടും ഫോൺ വിളിയും പല ഭീഷണിയും കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ അടിയന്തരമായിട്ട് തോന്നി ഇതൊരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ സൂചനയായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇത് നടത്തുകയാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലൈസൻസും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തുള്ള ബോർഡും അതിൻ്റെ വ്യക്തമായുള്ള നിബന്ധനകളും എല്ലാം പുറപ്പെടുവിച്ച് മാത്രം ഇതിവിടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കുള്ളൂ എന്ന് ഡിവൈഎഫ്ഐ ഇവിടെ ഞങ്ങളുടെ നിലപാടായിട്ട് അറിയിക്കും. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം. റെഡ്ജൻ റുബല്ലോ, ന്യൂസ് ടുഡേ, ഇടക്കൊച്ചി.